ഹാപ്പി ലൈഫ് ടി വിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ അടുത്ത് നമ്മളെ ഞെട്ടിക്കുന്ന ചില വാർത്തകളാണ് വന്നിട്ടുള്ളത്. ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ കഴിഞ്ഞ 7 മാസത്തിൽ സിസേറിയനുകളിൽ 50% വർധനയുണ്ട് എന്നതാണ് ആ റിപ്പോർട്ട്. തൊട്ട് മുമ്പ് മറ്റൊരു റിപ്പോർട്ട് വന്നിരുന്നത് കേരളത്തിലാകെയുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും അതിനേക്കാൾ ഭീകരമായ രീതിയിൽ സിസേറിയനുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ കണക്ക് എണ്ണിത്തിട്ടപ്പെടുത്താനാവാത്ത വിധത്തിൽ വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എറണാകുളം ജില്ലയിലെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നടക്കുന്ന പ്രസവങ്ങളിൽ അല്ലെങ്കിൽ പ്രസവത്തിന് വേണ്ടി വരുന്ന സ്ത്രീകളിൽ 70% ഓപ്പറേഷനായി മാറുന്നു എന്നതാണ് പുതിയ കണക്ക്. എന്തുകൊണ്ടാണ് മുമ്പെങ്ങുമില്ലാത്ത വിധത്തിൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഓപ്പറേഷനുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്, സിസേറിയനുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതിന് പ്രധാനമായും 2 കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം, പഴയ കാലത്ത് നമ്മുടെ സഹോദരിമാർക്ക്, വീട്ടിൽ ഗർഭിണികളായ സഹോദരിമാർക്ക് അവരുടെ ഹിപ്പിൻ്റെ ഭാഗത്ത് വളരെ കാര്യമായ രീതിയിൽ തന്നെ എക്സസൈസ് ചെയ്യുവാനുള്ള ആ ഭാഗത്തേക്ക് പെൽവിക് ഏരിയകളിൽ ഒരു കുഞ്ഞ് ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വജൈനയുടെ ഭാഗത്തുള്ള പെൽവിക് ഏരിയയിലുള്ള മസിലുകൾക്കും അവിടെയുള്ള എല്ലാ ഭാഗങ്ങൾക്കും വളരെ കൃത്യമായ രീതിയിൽ എക്സസൈസ് ചെയ്യുവാനുള്ള അല്ലെങ്കിൽ ആയാസം കിട്ടുന്ന ഫ്ലെക്സിബിളായി മാറുവാനുള്ള അവസരമുണ്ടായിരുന്നു എന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും അറിയാം, പഴയ കാലത്ത് അടുപ്പുണ്ടായിരുന്നത് താഴെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നിലത്ത് ഒന്ന് കുനിഞ്ഞ് ആ പാത്രം എടുക്കുകയും അല്ലെങ്കിൽ പാത്രം വെക്കുകയും അങ്ങനെയുള്ള ഒരുപാട് ജോലികൾ നമുക്ക് ചെയ്യാനുണ്ടായിരുന്നു. ഇന്ന് അത്തരത്തിലുള്ള ജോലികളുടെ സാഹചര്യം വളരെയധികം കുറയുകയും എല്ലാ കാര്യങ്ങളിലേക്കും നമ്മൾ സൗകര്യത്തിലേക്ക് വന്നതോടുകൂടെ ഇതിനോടൊപ്പം തന്നെ എക്സസൈസ് ചെയ്യുവാനുള്ള അവസരം ഇല്ലാതായതോടുകൂടെ നമ്മുടെ സഹോദരിമാരുടെ ബോഡിയുടെ, നേരത്തെ പറഞ്ഞ ഈ പെൽവിക് ഭാഗത്ത് വലിയ രീതിയിൽ തന്നെ ഒരു റിജിഡിറ്റിയിലേക്ക് പോവുകയും ആ ഭാഗത്തുകൂടെ കുഞ്ഞു വരുന്നതിന് അത് തടസ്സമായി മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. എക്സസൈസ് ചെയ്യുന്ന വിഷയത്തിൽ പ്രത്യേകിച്ചും ഗൾഫിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഗൾഫിൽ ജീവിക്കുന്ന സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം, ഭാര്യമാരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരിക്കലും ഫ്ലാറ്റിൽ നിന്ന് ഒരു ചെറിയ രീതിയിൽ പോലും ശരീരമിളകി അധ്വാനിക്കേണ്ട കാര്യമില്ല എന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ ശരീരമൊക്കെ വളരെയധികം റിജിഡായി മാറിയിരിക്കുന്നു. ഈ ഒരു പശ്ചാത്തലമാണ് ഗർഭം ധരിക്കുമ്പോഴേക്കും അത് ഓപ്പറേഷൻ ആയിക്കോളും അല്ലെങ്കിൽ ഓപ്പറേഷൻ ആയിരിക്കുമെന്ന ചിന്തയിലേക്ക് സ്ത്രീകൾ പോവുകയും അത് അങ്ങനെ തന്നെ പരിസമാപ്തി കുറിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് ഒന്നാമതൊരു പരിഹാരം, ഈ ഗർഭം പരിചരിക്കുന്ന ഡോക്ടർമാർ വളരെ കൃത്യമായി നിർബന്ധമായ റെസ്റ്റ് പറഞ്ഞിട്ടില്ലാത്ത മുഴുവൻ സഹോദരിമാരും ശരീരത്തിൻ്റെ ആ ഭാഗങ്ങളിൽ, മധ്യഭാഗങ്ങളിൽ കാര്യമായ എക്സസൈസ് കിട്ടുന്ന രീതിയിലുള്ള പരിശീലനങ്ങളും വ്യായാമ മുറകളും ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ഒരു കാര്യമുള്ളത്, നമ്മുടെ നാട്ടിൽ പ്രസവ വേദന വർദ്ധിക്കുവാനും അതോടൊപ്പം സിസേറിയനുകളായി മാറുവാനുമുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം സ്ത്രീകളുടെ തന്നെ ചില പ്രത്യേക കമൻറ്റുകളാണ്. എന്ന് പറഞ്ഞാൽ പ്രസവ അല്ലെങ്കിൽ ഗർഭമായിട്ടുള്ള അല്ലെങ്കിൽ ഗർഭം ധരിച്ചിട്ടുള്ള ഒരു പെൺകുട്ടിയോട് മറ്റുള്ള സ്ത്രീകൾ പറയുന്ന ഗർഭത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ പ്രസവത്തെക്കുറിച്ചുള്ള ഒരുപാട് ഭീതിജനകമായിട്ടുള്ള വാർത്തകൾ അത് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഒരു വീട്ടിൽ ഒരു തവണ ഒരു കൗൺസിലിങ്ങിന് കൊണ്ടുവന്ന ഒരു കേസാണ്. ഒരു വീട്ടിൽ ഒരു പെൺകുട്ടി ആദ്യ ഗർഭം ധരിച്ച് 4 മാസമായി വീട്ടിലിരിക്കുന്ന സമയത്ത് അപ്പുറത്തുള്ള വീട്ടിലെ ഒരു സഹോദരി കടന്നു വന്നുകൊണ്ട് ചോദിച്ചു, അല്ല മോളെ, നിനക്കിപ്പോൾ എത്രയായി? അപ്പോൾ ഈ സഹോദരി പെൺകുട്ടി പറഞ്ഞു, എനിക്കിപ്പോൾ 4 മാസമായി. 4 മാസമായോ എന്ന് പറഞ്ഞപ്പോഴേക്കും ഈ കടന്നു വന്ന സഹോദരി പറഞ്ഞു, ഓ 4 മാസമായല്ലേ, നമ്മുടെ അപ്പുറത്തെ വീട്ടിലുള്ള ആ ഒരു കൊച്ചിനെ നിനക്ക് ഓർമ്മയില്ലേ? ആ കൊച്ചിന് ഇതുപോലെ ഒരു 4 മാസം ആയപ്പോഴാണ് പെട്ടെന്ന് വയറിൻ്റെ ഇടത് ഭാഗത്തു നിന്നൊരു വേദന വരികയും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും വഴിയിൽ വെച്ച് ആ കുട്ടി ബോധം കെടുകയും ഹോസ്പിറ്റലിൽ എത്തിയിട്ട് പെട്ടെന്ന് തന്നെ മരണപ്പെടുകയും ചെയ്തത്. എന്നിട്ട് കൂട്ടത്തിലൊരു ചോദ്യവും, നിനക്ക് വേദനയൊന്നുമില്ലല്ലോ? ഏതൊരു ഗർഭിണിയായ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും അസ്വസ്ഥതകൾ കാണും. ഈ സഹോദരി പറഞ്ഞു, എനിക്ക് വേദനയുണ്ട്. അപ്പോൾ അടുത്ത ചോദ്യം, ഇടത് ഭാഗത്തൊന്നും അല്ലല്ലോ? ഈ പെൺകുട്ടി പറഞ്ഞു, എനിക്ക് ഇടത് ഭാഗത്തും ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ട്. ഉടനെ തന്നെ ആ പെൺകുട്ടി കുഴഞ്ഞു വീഴുകയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ട്രിപ്സ് ഇട്ട് കൊടുക്കുകയും വീട്ടിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം ഈ ഗർഭം എനിക്ക് വേണ്ട, എനിക്ക് പ്രസവിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടി മാനസികമായി തളർന്നു പോവുകയും ചെയ്ത ഒരു സംഭവം അടുത്തിടെ നടക്കുകയുണ്ടായി. അപ്പോൾ ഇവിടെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഗർഭിണികളായ പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകളുടെ ആത്മവിശ്വാസം തകർക്കുന്ന വിഷയത്തിൽ വളരെ വലിയ രീതിയിൽ സ്ത്രീകളുടെ കമൻറ്റ് ഇതിനെ നെഗറ്റീവായി ബാധിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഗർഭം ഒരു രോഗമാണ് എന്ന ഒരു സങ്കല്പവും നമ്മുടെ നാട്ടിൽ നിന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഗർഭം ഒരിക്കലും ഒരു രോഗമല്ല.
ഗർഭിണികൾക്ക് അസുഖമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചികിത്സിക്കേണ്ടതുണ്ട്. പക്ഷേ ഗർഭം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു രോഗമല്ല, അതൊരു ജൈവിക ഒരു പ്രവർത്തനമാണ്. ഒരു കുട്ടി ഉണ്ടാവുക, ആ കുട്ടിയുടെ സമയമാകുമ്പോൾ പുറത്തേക്ക് വരിക എന്നൊക്കെ പറയുന്നത് ഒരു ജൈവികമായ ഒരു പ്രവർത്തനമാണ്. ആ പ്രവർത്തനം അത് അതിൻ്റേതായ രീതിയിൽ അങ്ങ് നടന്നുകൊള്ളും. ഇത് ഒരു വലിയ രോഗമാണ് എന്ന് തെറ്റിദ്ധരിക്കുകയും ലേബർ റൂമിലേക്ക് പോകുന്ന ഒരു സഹോദരിയെ സംബന്ധിച്ചിടത്തോളം ആ സഹോദരി ലേബർ റൂമിൻ്റെ വാതിൽ കടന്ന് ലേബർ റൂമിലേക്ക് അങ്ങ് പോകുമ്പോഴേക്കും ഒരുപാട് സ്ത്രീകളുടെ നിലവിളികളും പ്രശ്നങ്ങളും ഒക്കെ കേട്ടുകൊണ്ട് അകത്തേക്ക് പോകുമ്പോൾ ആ സഹോദരിയുടെ മനസ്സിലേക്ക് വരുന്നത് മറ്റു പല കൂട്ടുകാരികളും അല്ലെങ്കിൽ പല സ്ത്രീകളും പറഞ്ഞിട്ടുള്ള അവിടെ ഒരാൾ കുഴഞ്ഞു വീണ് മരിച്ചു, അവിടെ മറ്റൊരാൾക്ക് ഓപ്പറേഷനായി, അല്ലെങ്കിൽ ഓപ്പറേഷൻ അനസ്തേഷ്യ കൊടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ബോധം തെളിയുന്നതിൻ്റെ മുമ്പ് തന്നെ ഓപ്പറേഷൻ തുടങ്ങിയത് കൊണ്ട് നിലവിളിച്ചോടി വീണ് മരിച്ചു തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രശ്നാധിഷ്ഠിതമായ മനസ്സുമായിട്ടാണ് സഹോദരിമാർ പലപ്പോഴും ലേബർ റൂമിലേക്ക് കടന്നു ചെല്ലുന്നത്. ഇത് തീർച്ചയായിട്ടും അവരുടെ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആക്ടിവേഷൻ ആക്കുന്നതിൽ കാര്യമായ ചലനങ്ങൾ സൃഷ്ടിക്കുകയും അങ്ങനെ അവരുടെ BP-യിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുകയും അത് ഓപ്പറേഷനിലേക്ക് പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ വളരെ റിലാക്സ് ആയിക്കൊണ്ട് ഗർഭം എന്ന് പറയുന്നത് ഒരു രോഗമല്ല എന്നും അത് സ്വാഭാവികമായ ഒരു ജൈവിക പ്രവർത്തനമാണ് എന്നും മനസ്സിലാക്കിക്കൊണ്ട് അതിന് അമിതമായ ട്രീറ്റ്മെൻറ്റുകളിലേക്ക് പോകാതെ ആവശ്യമായ ട്രീറ്റ്മെൻറ്റുകൾ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന ആവശ്യമായ ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുകയും അനാവശ്യമായ ഇത്തരത്തിലുള്ള അസുഖകരമായ ചിന്തകൾ ഒഴിവാക്കുകയും വളരെയധികം റിലാക്സ് ആയിക്കൊണ്ട് ഒരു ഗർഭധാരണം നടക്കുകയും അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയും അവസാനം വളരെ സുന്ദരമായ രീതിയിൽ സന്തോഷകരമായ രീതിയിൽ ഒരു ഗർഭം അതിപ്പോൾ ഒരു കുഞ്ഞ് പുറത്തേക്ക് വന്ന് പ്രസവം നടക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ എല്ലാ സഹോദരിമാരും ശ്രദ്ധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അങ്ങനെ നല്ല ഒരു ഗർഭാവസ്ഥയിൽ ജീവിക്കുകയും ആരോഗ്യമുള്ളൊരു കുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കൂടുതൽ വിഷയങ്ങളുമായി അടുത്ത എപ്പിസോഡുകൾ നമുക്ക് വീണ്ടും കാണാം. വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഹാപ്പി ലൈഫ് TV. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.